ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ഉപദേശ സംബന്ധമായ സംശയങ്ങൾ, നമ്മളതിന് പരിഹാരം വചനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളും പഠനങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രമാദമായി, ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്തീയ സ്നാനത്തിൽ ഉച്ചരിക്കേണ്ട നാമം ഏത് എന്നുള്ളത്. ക്രിസ്തീയ സ്നാനത്തിൽ നാമം ഉച്ചരിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് നാമം ഉച്ചരിക്കണം? അതൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇതിവിടെ കർത്താവായ യേശു തന്നെ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷം കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇവിടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി, സ്വർഗാരോഹണം കഴിഞ്ഞു, ശുശ്രൂഷ കഴിഞ്ഞു, വീണ്ടും ഭൂമിയിൽ മടങ്ങി വന്നു. അങ്ങനെ ചില നാളുകളിലെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്വർഗാരോഹണം ചെയ്ത് പോവുകയാണ്, ഇവിടെ നിന്ന് വിട്ടു പോകാൻ പോവുകയാണ്. ആ സമയത്ത് പറഞ്ഞ വാക്കാണ് മത്തായി 28:18 നമ്മൾ വായിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും ഒന്നുകൂടെ വായിക്കാം. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. യേശു പറഞ്ഞ വാക്കാണ്. യേശു പറഞ്ഞ വാക്കിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, യേശുവിന് ലഭിച്ചു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യരാക്കി കൊള്ളാനാണ് സുവിശേഷം അറിയിക്കുന്നവരോടുള്ള യേശുവിൻ്റെ കൽപ്പന. അതിന് സംശയം ആർക്കുമില്ല. യേശു കൽപ്പിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയാണ്. എന്നാൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വമാണ് എന്ത് ചെയ്താലും, വാക്കിനാൽ പറഞ്ഞാലും പ്രവൃത്തിയാൽ ചെയ്താലും അതൊക്കെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്ക് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും 3-ാമതൊരു വചനഭാഗം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു. സഹോദരന്മാരായ പുരുഷന്മാരായ പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട യഹൂദന്മാർ വിളിച്ചു ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാർ, ഞങ്ങൾ എന്ത് ചെയ്യട്ടു? കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി. കാരണം പത്രോസ് ഇങ്ങനെയും കൂടെ കുറ്റപ്പെടുത്തി, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ എന്നൊരു വാക്കും കൂടെ പറയും. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, ശരിയാണ്, ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപമാണ് യേശുവിനെ കൊന്നത്. അതിൻ്റെ ആ അറിവാണല്ലോ യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തിൻ്റെ ഉറവിടം. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത്, എൻ്റെ പാപമാണ് യേശുവിനെ ക്രൂശിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം സഹോദരന്മാരായ പുരുഷന്മാരെ എന്ത് ചെയ്യണം? ഇതിന് പരിഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാരണം മനുഷ്യരെല്ലാം പാപികളാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്ന അതിൻ്റെ ഇടയ്ക്ക് കർത്താവിനെ കൂടെ കൊല്ലുന്ന കൂട്ടത്തിലായി തീരാനിടയായി തീർന്നു. ഇത്രയും വലിയ പാപമാണ്. എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് അപ്പോസ്തലനായ പത്രോസ് ഒരു മാർഗം നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടണം. ഏറ്റവും ആദ്യം വേണ്ടത് മാനസാന്തരം. എന്നിട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. കർത്താവ് പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണമെന്ന്. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും യേശുക്രിസ്തുവിന്റെ നാമത്തിലേ ചെയ്യാവൂ. പത്രോസ് തൻ്റെ അടുക്കൽ വന്നവരോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ
പത്രോസ് പറഞ്ഞു, നിങ്ങൾ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഒന്നൊന്നിന് വിരുദ്ധമാകുന്നുവോ? ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എന്ന നാമം ആരുടേതാണ്? യേശുക്രിസ്തു എന്ന നാമം, യേശു എന്ന നാമം എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം? എവിടെ നിന്നാണ്? യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. യഹോവ രക്ഷകനായി തീർന്നു എന്നുള്ളതാണ് യേശു എന്ന പദത്തിന്റെ അർത്ഥം. അത് എബ്രായ ഭാഷയിൽ വരുമ്പോഴേക്കും യോശുവ എന്ന് വരും, യഹോശുവ അല്ലെങ്കിൽ യോശുവ എന്ന് വരും. നൂന്റെ മകന് പേര് ഹോശയ എന്നായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ആ വഴിയിൽ മോശ നൂന്റെ മകനായ ഹോശയ്ക്ക് പേര് മാറ്റിയിട്ടു, യോശുവ അല്ലെങ്കിൽ യഹോശുവ എന്ന് മാറ്റിയിട്ടു. ഹോശയ തന്നെ യാവ് ഹോശയ, അതായത് യാഹ് ഹോശയായി തീർന്നു അർത്ഥം വരുന്ന പദമാണ് യോശുവ അല്ലെങ്കിൽ യഹോശുവ. യഹോവയായ ദൈവം രക്ഷകനായി തീർന്നു, അതാണ് യഹോശുവ. അങ്ങനെയാണ് നൂന്റെ മകന് യോശുവ എന്ന് പേര് വന്നത്. അതിനു മുമ്പ് നൂന്റെ മകന് ഹോശയ എന്ന പേരായിരുന്നു. ഈ യോശുവയാണ് 6 ലക്ഷത്തിൽ പരം പുരുഷന്മാർ പുറപ്പെട്ട ആ യാത്രയിൽ അക്കരെ കടന്നത് യോശുവയും കാലേബും മാത്രമേ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നത് ഈ യോശുവയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ, മറ്റ് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറയുമ്പോൾ, ഈ യേശുക്രിസ്തു എന്ന നാമം യഥാർത്ഥത്തിൽ ആരുടേതാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ ഇടയായി തീർന്നു. യേശു എന്ന പദത്തിന്റെ അതിൻ്റെ അർത്ഥം യാഹ് ഹോശയായി തീർന്നു, അല്ലെങ്കിൽ യഹോവ രക്ഷകനായി തീർന്നു എന്നുള്ള പദമാണ് കർത്താവെന്ന് സംസാരിച്ച ഭാഷയിൽ, അല്ലെങ്കിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഭാഷയിൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പറഞ്ഞത് പ്രകാരം ജനിച്ച ശിശുവിനെ യേശു എന്ന് പേര് വിളിച്ചു. ഇത് യേശുവിൻ്റെ മാതാപിതാക്കളിട്ട പേരല്ല, ഇത് ഒരു മനുഷ്യനിട്ട പേരല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന പേരാണ്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നു, പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. ഗർഭത്തിൽ ഉൽപ്പാദിച്ചതിന് ശേഷമല്ല, ഗർഭത്തിൽ ഉൽപ്പാദിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം ദൂതൻ മുഖാന്തരം അറിയിച്ചിരുന്നു അവനെ യേശു എന്ന് പേർ വിളിക്കണം. മത്തായി 7 സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ ഗർഭത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പ് സ്വർഗം ഈ നാമം ഉച്ചരിച്ചു, സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഈ നാമം ഉച്ചരിച്ചു. ഈ നാമം എവിടെ നിന്നാണ് കിട്ടി? അവിടെയാണ് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത്. അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച്, അതായത് ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് പുറപ്പെടുന്ന യാത്ര ആരംഭിക്കുന്നത് മിസ്രൈമിൽ നിന്നാണ്. കനാൻ ദേശത്ത് യാക്കോബും മക്കളും കുടുംബവും ആയിരിക്കുമ്പോൾ യോസേപ്പിനെ അവർ വിറ്റുകളഞ്ഞു. യോസേപ്പ് മിസ്രൈമിലേക്ക് പോയി അവിടെ സ്വപ്നവ്യാഖ്യാനം കഴിഞ്ഞു. ദേശത്തിനൊക്കെയും അധിപതിയായി തീർന്നു. ഫറവോൻ വലിയ പദവിയിലേക്ക് യോസഫിനെ ഉയർത്തി. ഗോശൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ പാർത്തു. അവിടെ ജീവിച്ച് വർദ്ധിച്ച് പെരുകി വലിയൊരു ജനമായി തീർന്നു. എന്നാൽ തലമുറ വീണ്ടും കടന്നുപോയി. തലമുറകൾ കഴിഞ്ഞ് മോശയുടെ കാലം വന്നു. ഗോശൻ ദേശത്ത് ആസ്ഥാനമാക്കി വർദ്ധിച്ചു പെരുകിയ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഇറങ്ങി വന്നു. അവരുടെ പീഡ കണ്ട് അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നു.
ഈ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ്. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായതിനു ശേഷം പറയുന്ന വാക്കാണ്, ഞാൻ യഹോവയാകുന്നു. ഇതിനു മുമ്പ് ഈ നാമത്തിൽ ഞാൻ പ്രത്യക്ഷമായിട്ടില്ല. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷമായിട്ടുണ്ട്, പക്ഷെ നാമം ഇതല്ല. അന്ന് ഞാൻ സർവശക്തിയുള്ള ദൈവം എന്നുള്ള പേരിലാണ് അന്ന് അറിയപ്പെട്ടത്. എബ്രായ ഭാഷയിൽ ഏൽ ശദ്ദായി, സർവശക്തിയുള്ള ദൈവം. ഈ നാമത്തിലാണ് ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ടത്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുന്നത് യഹോവ എന്ന നാമത്തിലാണ്. അപ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ക്രിസ്തു ജനിക്കുന്നതിന് 1450 വർഷം, അതായത് പുറപ്പാട് കാലഘട്ടം ഏകദേശം പറയുകയാണ്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെടുന്ന സമയമെന്ന് പറയുന്നത് BC 1450. ക്രിസ്തു ജനിക്കുന്നതിന് 1450 വർഷം മുൻപ് അവിടെ നിന്ന് യാത്ര പുറപ്പെടുക. അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ അവൻ്റെ പേര്, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേര്, വെളിപ്പെട്ട നാമം യഹോവ. ഈ യഹോവയായ ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ BC 1450 വെളിപ്പെട്ട യഹോവ ചെയ്ത പ്രവൃത്തിയാണ് യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. അതിനുശേഷം തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന്, ശാശ്വത നാമം, അതായത് യഹോവ എന്ന് പറയുന്ന നാമം ശാശ്വതമല്ല എന്നർത്ഥം. ശാശ്വതമായൊരു നാമം വേണം എനിക്ക്. ആ നാമം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നാമം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനുള്ള പ്രവൃത്തി ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ദൈവം തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലകൈക്ക് ചെല്ലുമാറാക്കിയതിനു ശേഷം തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടൽ വിഭാഗിച്ച് മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിക്ക് നടന്നതിന് ശേഷം എന്ത് ചെയ്തു? അങ്ങനെ അതിന്റെ 14-ാം വാക്യത്തിൽ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. അപ്പോൾ ഗ്ലോറിയുള്ള നാമം, മഹത്വമുള്ള നാമം. അപ്പോൾ ആദ്യം പറഞ്ഞു തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നു തനിക്ക് മഹത്വമുള്ള നാമം ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയിട്ട്. അപ്പോൾ യഹോവ എന്ന നാമത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ, യഹോവ എന്ന നാമത്തിൽ മഹത്വമില്ല, പിന്നെ യഹോവ എന്ന നാമത്തിൽ ശാശ്വതമല്ല. യഹോവ എന്ന നാമം ശാശ്വതമായൊരു നാമമാക്കേണ്ടതിനും മഹത്വമുള്ള നാമമാക്കേണ്ടതിനും തന്റെ മഹത്വമുള്ള ഭുജം ഇസ്രായേൽ മക്കളുടെ മേൽ വന്ന് അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു ചെങ്കടൽ പിളർന്ന് മരുഭൂമിയിൽ കൂടി നടത്തി. അടുത്തത് സ്വർഗത്തിൽ നിന്ന് ഉണ്ടാക്കേണ്ട ജനത്തെ നടത്തി. അതിന്റെ 16-ാം വാക്യം, നീയല്ലോ ഞങ്ങളുടെ പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാവുന്നു നിന്റെ നാമം. അപ്പോൾ വീണ്ടെടുപ്പുകാരനായി പോകുക. BC 1450 ഇസ്രായേൽ ജനത്തിന്, മോശയടക്കം ഇസ്രായേൽ ജനത്തിന് യഹോവ എന്ന നാമത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ച് ചെങ്കടൽ പിളർന്ന് മരുഭൂമിയിൽ കൂടി നടത്തി. അവരെ യോർദാനും
കടത്തി കനാൻ ദേശത്ത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയുടെ നാമം രണ്ട് പ്രത്യേകത ഉള്ളതായി, രണ്ട് ക്വാളിറ്റികളുള്ളതായി. ഒന്ന് ശാശ്വതമായി, ഒന്ന് മഹത്വമുള്ളതായി. അപ്പൊ യഹോവ എന്ന നാമം മഹത്വവും ശാശ്വതവുമായി കനാൻ ദേശത്ത് എത്തിച്ചപ്പോൾ ആയിത്തീർന്നതാണ് യഹോവ വീണ്ടെടുപ്പുകാരനായി തീർന്നു, അല്ലെങ്കിൽ രക്ഷകനായി തീർന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. യഹോവ ഹോശേയായി തീർന്നു. നൂന്റെ മകനായ കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ പുരുഷന്മാരുടെ പേര് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എഫ്രയീം ഗോത്രത്തിൽ നിന്ന് നൂന്റെ മകൻ ഹോശേയ. എഫ്രയീം ഗോത്രത്തെ ഓരോ ഗോത്രത്തെയും പ്രതിനിധീകരിച്ച് ഓരോ ആളാണ്. അതിൽ എഫ്രയീം ഗോത്രത്തെ പ്രതിനിധീകരിച്ചത് നൂന്റെ മകൻ ഹോശേയ. എന്നാൽ അതിന്റെ 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഏത് സംഖ്യാപുസ്തകം 13-ന്റെ-16 എഴുതിയിരിക്കുകയാണ്, എന്നാൽ മോശ നൂന്റെ മകനായ ഹോശേയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. അപ്പൊ ഹോശേയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. ഹോശേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ, വീണ്ടെടുത്തു. യോശുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ ഹോശേയായി തീർന്നവൻ, യഹോവ വീണ്ടെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. യഹോവ രക്ഷകനായി തീർന്നു. അങ്ങനെയാണ് യോശുവ അല്ലെങ്കിൽ യഹോശുവ എന്നുള്ള പദം ഉണ്ടായത്. ഈ പദം തന്നെയാണ് കർത്താവ് ജനിച്ച കാലത്ത് അന്നുണ്ടായിരുന്ന ഗ്രീക്ക് അരമായ ഭാഷയിൽ കർത്താവ് സംസാരിച്ചതൊക്കെയും ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൂതൻ മുഖാന്തരം കർത്താവ് അരുളി ചെയ്തതാണ്. ജനിക്കുന്ന കുഞ്ഞിന് യേശു എന്ന് പേരിടാൻ. അതിന്റെ അർത്ഥം ഇത് തന്നെ. എന്ത്? യഹോവ രക്ഷകനായി തീർന്നു, യഹോവ വീണ്ടെടുപ്പുകാരനായി തീർന്നു, യഹോവ വീണ്ടെടുത്തു. അത് തന്നെയാണ് അവിടെ വീണ്ടെടുത്ത് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടാണ്. വീണ്ടെടുപ്പിന്റെ നാമമാണ്, വീണ്ടെടുപ്പിന്റെ നാമമാണ്. അപ്പോൾ ഇത് എന്നാ സമ്പാദിച്ചത്? ക്രിസ്തു യേശു ജനിക്കുന്നതിന് 1450 വർഷങ്ങൾക്ക് മുമ്പ് യഹോവ എന്ന നാമത്തിൽ പ്രതിഷ്ഠപ്പെട്ടതിന് ശേഷം തന്റെ മഹത്വമുള്ള ഭുജത്താൽ മോശയുടെ വലങ്കൈ കൊണ്ട് ശുശ്രൂഷകൾ തികച്ച് ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്ത് എത്തിച്ചപ്പോൾ യഹോവ യേശു ആയി തീർന്നു. അത്ര തന്നെ. അപ്പോൾ യഹോവ എന്ന നാമത്തേക്കാൾ യേശു എന്ന നാമത്തിനുള്ള വിശേഷത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ. എന്തൊക്കെയാണ്? യഹോവ എന്ന നാമത്തിന് അല്ല ശാശ്വത നാമം യേശുവാണ്. യഹോവ എന്ന നാമത്തിനല്ല മഹത്വം യേശു എന്ന നാമത്തിനാണ്. എത്ര വർഷം കൊണ്ടാണ് കനാൻ ദേശത്ത് ഇസ്രായേൽ ജനം എത്തിയത്? 40 വർഷം കൊണ്ട്. അപ്പൊ BC 1450 യഹോവ എന്ന നാമം വെളിപ്പെട്ടതിന് ശേഷം 40 വർഷം നടത്തി എന്ന് പറയുമ്പോൾ 40 കിഴിക്കണം. അപ്പോൾ 1450 നിന്ന് 40 കഴിച്ചാൽ 1410. അപ്പോൾ ക്രിസ്തു ജനിക്കുന്നതിന് 1410 വർഷം മുൻപ് യഹോവയായ ദൈവം സമ്പാദിച്ച നാമമാണ് യേശു. അന്ന് മുതലേ ഈ നാമമുണ്ട്. ഇങ്ങനെ കർത്താവ് ജനിക്കുന്നതിന് 1410 വർഷം മുൻപ് പിതാവായ ദൈവം സമ്പാദിച്ച നാമമാണ് യേശു. വീണ്ടും നമ്മൾ കാണുന്നത് നാളുകൾക്ക് ശേഷം സങ്കീർത്തനം എഴുതുമ്പോൾ 118-ാം സങ്കീർത്തനം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു,
കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ നാമത്തിൽ ഒരാൾ വരുന്നുണ്ട്. അതായത് യഹോവയായ ദൈവം, പിതാവായ ദൈവം സമ്പാദിച്ച യേശു എന്ന നാമത്തിൽ ഒരാൾ വരുന്നുണ്ടെന്ന് സൂചന നൽകുകയാണ്. ഈ നാമത്തിൽ ഒരാൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്ന് സൂചന തരികയാണ്. അങ്ങനെ പ്രവചന നിവൃത്തി ആയി ശിശു ലോകത്തിൽ ജനിച്ചു. ഈ ലോകത്തിലേക്ക് രക്ഷകൻ വന്നു. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 5:43 യേശു പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൂതൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഈ നാമം എന്നുണ്ടായതെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് എന്നപ്പോൾ ഉണ്ടായ നാമമാണ്. അതിനു മുമ്പ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ പിതാവിൻ്റെ നാമം യഹോവ എന്നായിരുന്നു. യഹോവ 40 വർഷം കൊണ്ട് യേശു ആയി തീർന്നു. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരാൾ വരുമെന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ ക്രിസ്തു യേശു ഭൂമിയിലേക്ക് വന്നു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇത് എല്ലാവരും വിശ്വസിച്ചില്ല. യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നിട്ട് യഹൂദന്മാര് വിശ്വസിച്ചില്ല. യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. ഈ കാര്യമൊന്നും പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. അവസാനം കർത്താവ് പറയുന്ന വാക്കാണ്. ആ വാക്ക് ശ്രദ്ധിക്കണമേ. മത്തായി സുവിശേഷം 23:37 യേശു പറയുന്ന വാക്കാണ്. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇസ്രായേൽ ജനം സമ്മതിക്കില്ല. ഇത് പിതാവിന്റെ നാമത്തിൽ വന്ന ആളാണെന്ന് സമ്മതിക്കില്ല. അപ്പോഴാ കർത്താവ് പറയുന്നു, എത്ര വട്ടം ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിങ്ങൾ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്ക് മനസ്സായില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. പക്ഷെ നിങ്ങളൊരു കാര്യം, ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾ പറയും, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. 118 സങ്കീർത്തനം 26 വാക്യം പറഞ്ഞ സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്ക് നിങ്ങളുടെ വാഗുകൊണ്ട് വരും. ഒരു ദിവസം വരും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. ഏകദേശ ആകാശമേഘങ്ങളോട് വരാൻ പോവാ. അന്ന് ഇസ്രായേലിൽ വലിയൊരു വിലാപം ഉണ്ടാവും. അവർ നോക്കും, അയ്യോ ഇത് കർത്താവിൻ്റെ നാമത്തിൽ വന്നവനായിരുന്നു എന്ന് അവർ പറയുന്ന സമയം വരും. യേശു പറയുകയാണ്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ അവൻ ലോകത്തിലേക്ക് വന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പാക്കി നമുക്ക് തരികയാണ്. ഓർത്തുകൊള്ളണം. ഇത് തന്നെ വിശദീകരിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും, യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും എല്ലാം ഈ നാമത്തെക്കുറിച്ച്, ഈ നാമം എങ്ങനെ ഉളവായി വന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത കൊടുത്തിട്ടുണ്ട്. പൊതുവായി നമുക്കിത് മനസ്സിലാക്കാൻ തക്കവണ്ണം പറയുക. ക്രിസ്തു ജനിക്കുന്നതിന് 1410 വർഷം മുൻപ് ഈ നാമം പിതാവിൻ്റെതായിരുന്നു. പിതാവ് സമ്പാദിച്ചതായിരുന്നു. യഹോവ ശാശ്വതവും മഹത്വമുള്ള ഒരു നാമം സമ്പാദിച്ചതാണ് യേശു എന്ന നാമം. ആ നാമത്തിൽ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് വരുന്നു എന്ന് പ്രവചിച്ചു. യേശു ലോകത്തിലേക്ക് വന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ
വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാമം പുത്രന്റേതല്ല, പിതാവിൻ്റെതാണ്. പിതാവായ ദൈവത്തിന്റെ നാമമാണ് യേശുക്രിസ്തു എന്ന നാമം. അത് പുത്രന് കൊടുത്തു എന്നേ ഉള്ളൂ. അത് പുത്രന് കൊടുത്തു എന്നേ ഉള്ളൂ. പുത്രൻ ഈ നാമത്തെ അവകാശമാക്കിയതാണ്. എങ്ങനെ? എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ദൂതന്മാരുടെ നാമത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമത്തിന് അവകാശിയായി തീർന്നവൾ. എൻ്റെ അപ്പൻ്റെ പേര് എനിക്ക് വിളിച്ചു, എൻ്റെ തലമുറയിൽപ്പെട്ട ഒരാളുടെ പേര് എനിക്ക് വിളിച്ചു എന്നതുപോലെ ഉള്ളൂ. ഇത് പുത്രന്റെ നാമമല്ല, ഇത് പിതാവായ ദൈവത്തിന്റെ നാമമാണ്. പുത്രൻ അവകാശമാക്കിയതാണ്. പുത്രൻ അവകാശമാക്കിയതാണ്. അങ്ങനെയാണ് ഇത് പുത്രന്റെ നാമമായി തീർന്നത്. എന്നാണ് പുത്രന്റെ നാമമായി തീർന്നത്? BC ക്രിസ്തു ജനിക്കുന്നതിന് 1410 വർഷം മുമ്പ് ഇത് പിതാവിന്റെ നാമമായിരുന്നെങ്കിൽ ക്രിസ്തു ജനിച്ചതിന് ശേഷം 33.5 വയസ്സിൽ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ, അവന്റെ ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ഈ നാമത്തെ അവനിൽ മഹത്വപ്പെടുത്തി, ഈ നാമത്തെ അവൻ അവകാശമാക്കി കൊടുത്തു. അപ്പോൾ എ ഡി നമ്മൾ തത്വത്തിൽ പറഞ്ഞാൽ മതി. ശരിക്ക് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് BC 5-ലാണ്. എന്നാൽ നമ്മൾ പഠിക്കുന്ന പഠനം അതിൻ്റെതായ നിലയിൽ AD യും BC യും എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ AD, അതായത് ക്രിസ്തുവിന് ശേഷം 33.5 വയസ്സിൽ ഈ നാമം പുത്രന്റേക്കും നാമമായി. BC 1410 പിതാവിന്റെ നാമമായി. AD 33 ഇത് പിതാവിന്റെയും പുത്രന്റെയും നാമമായി. ഇത് കഴിഞ്ഞതിന് ശേഷം യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്തു ശുശ്രൂഷ തികച്ചു. അതായത് മാനവരാശിയോടുള്ള ദൈവത്തിന്റെ കോപം തീർക്കാൻ യാഗരക്തം യാഗപീഠത്തിൽ തെളിച്ചു. യാഗരക്തം കൃപാസനത്തിൽ തെളിച്ചു. കൃപാസനത്തിൽ കുറ്റമില്ലാത്ത രക്തം യാഗരക്തമായി വീണപ്പോൾ ദൈവത്തിന് മാനവരാശിയോടുള്ള കോപം അടങ്ങി. അന്ന് മനുഷ്യർക്ക് നഷ്ടപ്പെട്ട ദൈവതേജസ്, മാനവരാശിയെ നഷ്ടപ്പെട്ട് ആദാമിൽ നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ് ദൈവം ക്രിസ്തുയേശുവിന് കൊടുത്തു. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അവന് തേജസ് കൊടുത്തു. മാത്രമല്ല തുടർന്ന് അവൻ ആത്മാവായി ഭൂമിയിലേക്ക് വന്നു. ആര്? യേശുക്രിസ്തു എന്ന നാമം സ്വന്തമാക്കിയ പുത്രൻ സ്വർഗാരോഹണം ചെയ്ത് ശുശ്രൂഷ തികച്ചതിന് ശേഷം ആത്മാവായിട്ട് ഭൂമിയിലേക്ക് വന്നു. ഈ വന്ന ആത്മാവ് വന്നത് എങ്ങനെ? യോഹന്നാന്റെ സുവിശേഷം 14:26 എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. അവിടെയാണ് അതിന്റെ പിതാവിന്റെ നാമത്തിലാണ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. എന്നാൽ പിതാവ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പിതാവിന്റെ നാമത്തിലല്ല, പുത്രന്റെ നാമത്തിലാണ്. രണ്ടും നാമം ഒന്നാണ്. എങ്കിലും പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്.
അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലേക്ക് അയക്കുന്നത് പുത്രന്റെ നാമത്തിലാണ്. അങ്ങനെ പെന്തക്കോസ്ത് നാൾ മുതൽ ഈ നാമം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയുമായി. അതുകൊണ്ടാണ് ഇത് അറിഞ്ഞു വേണം ഇത് സ്നാനപ്പെടുത്താൻ. അതിന്റെ കാരണം എന്താണ്? ഇതിങ്ങനെ സ്നാനപ്പെടുത്തിയാൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നും പറഞ്ഞ് സ്നാനപ്പെടുത്തിയാൽ എന്താ കുഴപ്പം? അല്ലാതെ സ്നാനപ്പെടുത്തിയാൽ എന്താണ് വിശേഷം? അത് നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കണം. ഇതിപ്പോൾ ഇത് ഒരു പൊതുവായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണ്. BC 1410 ഈ നാമം പിതാവായ ദൈവത്തിൻ്റെത്. AD 33 ഈ നാമം പുത്രൻ അവകാശമാക്കി. അന്ന് മുതൽ പിതാവിൻ്റെയും പുത്രന്റെയും നാമമാണ് കർത്താവായ യേശുക്രിസ്തു നാമം. അതിനുശേഷം പുത്രൻ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം സ്വർഗത്തിൽ ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു എന്ന് 1 കൊരിന്ത്യർ ലേഖനം 15:45 എഴുതിയിരിക്കും പ്രകാരം സ്വർഗാരോഹണം ചെയ്ത പുത്രൻ പരിശുദ്ധാത്മാവായി തീർന്ന് ഭൂമിയിലേക്ക് വന്നു. ഈ വന്നത് പുത്രന്റെ നാമത്തിലാണ്. യേശുക്രിസ്തു എന്ന പുത്രന്റെ നാമത്തിലാണ്. അപ്പോൾ പെന്തക്കോസ്ത് നാൾ മുതൽ യേശുക്രിസ്തു നാമം എന്ന് പറയുന്നത് പിതാവിൻ്റെതാണ്, പുത്രൻ്റെതാണ്, പരിശുദ്ധാത്മാവിൻ്റെതാണ്. ഈ 3 ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗ്രഹിച്ചുകൊള്ളണം. ഏതൊക്കെ? 1, പിതാവിന് ഈ നാമം ഉണ്ടായതെന്ന്, പുത്രന് ഈ നാമം ഉണ്ടായതെന്ന്, പുത്രൻ അവകാശമാക്കിയതെന്ന്, പരിശുദ്ധാത്മാവിന് ഈ നാമം ഉണ്ടായതെന്ന്. ഈ 3 ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചുകൊള്ളണം. തീർന്നിട്ടില്ല. അടുത്ത ഘട്ടം കർത്താവിന്റെ അടുക്കൽ വരുന്നവന് ഇതേ നാമം തന്നെ വിളിക്കണം. ഈ നാമത്തിലാണ് പാപങ്ങൾ മോചനമുള്ളത്.